സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയിൽ നിന്നും തന്റെ കുടുംബത്തിനെ രക്ഷിക്കാനായിട്ട് പ്രഭാവതിയാണെങ്കിൽ ഋഷിയോട് ചെയ്ത ആ ക്രൂരത സ്വയം ഏറ്റുപറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും അരുന്ധതിയെയും സിദ്ധാർത്ഥിനെയും പോലീസുകാർ വിവരം അറിയിക്കുന്നുണ്ട്. ഇതേ സമയം ദേവിക്ക് ആവട്ടെ രജനിയിൽ നിന്നും ഭാർഗവിയിൽ നിന്നും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദനാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ് വന്ന് കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അരുന്ധതിയും എത്തുന്നുണ്ട്. അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അതായത് സ്വയം കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ തയ്യാറെടുക്കുന്ന പ്രഭാവതിയെ ഞെട്ടിച്ച് അരുന്ധതി വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുന്നത് മറ്റൊന്നുമല്ല, തനിക്ക് തൻ്റെ മകനു യാതൊരു പരാതിയുമില്ലെന്നും പ്രഭാവതിയെ ശിക്ഷിക്കരുതെന്നും എന്നൊക്കെ തന്നെയാണ്. എന്തായാലും അതിന് മറ്റൊരു ചതിയുണ്ടെന്നുള്ള കാര്യം പ്രഭാവതി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ അവിടെ വെച്ച് സിദ്ധാർത്ഥിനോട് പറയുകയാണ്, ഇവൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ കുടുംബത്തെയാണ്. അതുകൊണ്ടാണ് ദേവികയെ ഇവൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ദേവികയോടുള്ള സിമ്പതിയോ സ്നേഹമോ ഒന്നും തന്നെയല്ല. നമ്മളുടെ കുടുംബം ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് സിദ്ധു. എനിക്ക് എന്തായാലും ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പോലീസിൽ കീഴടങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, നീ അങ്ങനെ ഒറ്റയടിക്ക് കീഴടങ്ങാനായിട്ട് പാടില്ല. കാരണം എൻ്റെ മോനും ഞാനും അനുഭവിച്ച അതേ വേദനകൾ നീയും അനുഭവിക്കണം. നിന്റെ കുടുംബം നിന്റെ കൺമുന്നിൽ വെച്ചില്ലാതാവുന്നത് നീ കാണണം എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ എൻ്റെ പ്രഭാവതിയെയോ തൊട്ട് കളിക്കാൻ നീ വളർന്നിട്ടില്ല. അങ്ങനെ നീ എൻ്റെ പ്രഭയെ തൊടണമെങ്കിൽ എന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, ഇത് ഞാനും പ്രഭയും തമ്മിലുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ കുടുംബത്തെ തൊട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇനിയിപ്പോൾ പ്രഭാവതിയെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് ആദ്യം നേരിടേണ്ടത് എന്നാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കുമെന്നൊക്കെ അരുന്ധതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നു. എന്തായാലും പോർവിളിയും വെല്ലുവിളിയൊക്കെ തന്നെ ഇനി അങ്ങോട്ട് സിദ്ധാർത്ഥനും അരുന്ധതിയും തമ്മിലാണ്. തൻ്റെ ഭാര്യയുടെ നിഴൽ പോലും തൊടാൻ കഴിയില്ല എന്ന് അരുന്ധതിയോട് സിദ്ധു ആണെങ്കിൽ തീർത്തും പറയുന്നുണ്ട്. പിന്നീട് അരുന്ധതിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ CPയെ വന്ന് അറിയിക്കുകയാണ്. അങ്ങനെ CP പറയുന്നുണ്ട്, ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നയാൾ പ്രഭാവതിയെ പോലെയല്ല. അയാൾ രാഷ്ട്രീയത്തിൽ ഒരു കിങ് ആണെന്നും അയാളെ തൊടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ കിങ് ആണെങ്കിൽ ഞാൻ കിങ് മേക്കർ ആണെന്നൊക്കെ അരുന്ധതിയാണെങ്കിൽ സ്റ്റൈലായി പറയുകയാണ്. പിന്നെ പ്രഭാവതിയുടെ മനസ്സറിയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പ്രഭയാണെങ്കിൽ ദേവിക ജയിച്ചതിൽ യാതൊരുവിധ സങ്കടങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ ഇല്ലെന്നുള്ള കാര്യം സിദ്ധാർത്ഥനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ സിദ്ധു പറയുന്നുണ്ട്, ഇനി നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടം സ്വർഗമാക്കണോ അതോ നരകമാക്കണോ എന്നൊക്കെ നിന്റെ കയ്യിലാണുള്ളത്. കാരണം നിന്റെ സ്വഭാവം പോലെ ഇരിക്കും നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷം. ഇനി ദേവിക MLA ആണ്, നിന്റെ മരുമകളാണ്, എല്ലാമാണ് അവൾ. നിനക്കെന്തായാലും മത്സരിച്ച് ജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ ദേഷ്യം ഒരിക്കലും ദേവികയോട് പ്രകടിപ്പിക്കരുത്. ഇനി നിന്റെ തീരുമാനങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ചന്ദ്രോത്ത് വീട് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ ദേവികയെ ശത്രുവായിട്ട് കാണില്ല. അവൾ എൻ്റെ മരുമകൾ തന്നെയാണ്. എന്തായാലും ഞാൻ ആരോടും ഒരു പോർവിളിക്കുമില്ല. പക്ഷേ അരുന്ധതി, അവളെ സൂക്ഷിക്കണം. അവൾ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കും. ഇത് കേട്ട് സിദ്ധു പറയുന്നുണ്ട്, അവളെ എനിക്ക് വിട്ടേക്ക്, അവൾ എന്നോട് നേരിടട്ടെ. എന്തായാലും എൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല എന്നൊക്കെ സിദ്ധാർത്ഥനാണെങ്കിൽ വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് ഈ സമയം രാധികയാണെങ്കിൽ ശാരികയോട് തൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് ടെൻഷൻ. തൻ്റെ മകൾ ജയിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും ഇനി അവൾ MLA ആയിട്ട് കയറി ചെല്ലേണ്ടത് ചന്ദ്രോത്ത് വീട്ടിലേക്ക് തന്നെയാണ്. അത് കൂടുതൽ പ്രശ്നങ്ങളാക്കില്ലേ? ആ പ്രഭാവതി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ വിജയം അതിപ്പോൾ രാഷ്ട്രീയത്തിൽ പതിവാണല്ലോ, അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ബുദ്ധിയുള്ള പ്രൊഫസർ അത് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ സിദ്ധാർത്ഥൻ സാറും പിന്നെ നന്ദേട്ടൻ എല്ലാവരും ഉണ്ടല്ലോ അമ്മേ, പേടിക്കാതെ ഇരിക്കാനായിട്ട് ആശ്വസിപ്പിക്കുകയാണ് രാധികയെ. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയുമായിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ദേവിക ഓടി എത്തുകയാണ്, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ. അങ്ങനെ ദേവികയെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രഭാവതി പെരുമാറുന്നത്. ദേവിക പ്രതീക്ഷിച്ചത് ദേഷ്യവും വെറുപ്പും ഒക്കെയാണ്. പക്ഷേ ദേവികയെ അനുഗ്രഹിക്കുകയാണ് പ്രഭാവതി ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ ദേവികയോട് പ്രഭാവതി പറയുകയാണ്, ഇനി നീ നിന്റെ എല്ലാ ദൗത്യങ്ങളും വളരെ കൃത്യമായി തന്നെ ചെയ്യണം. ഒരു ചതിയിലേക്കും ചെന്ന് വീഴരുത്, ആരുടെ വലയിൽ നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അരുന്ധതി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ പ്രഭയ്ക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ സിദ്ധാർത്ഥനോട് ദേവിക ചോദിക്കുന്നുണ്ട്. എല്ലാം വിശദമായി പറയാം എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ അരുന്ധതിയും സിദ്ധാർത്ഥനും തമ്മിലുള്ള വഴക്ക് തന്നെയാണ്. കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.